ഗുഡ് ഈവനിങ് വൈൻ ലവേഴ്സ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അമീര എന്ന് പറഞ്ഞ സിസീലിയൻ വൈൻ ട്രൈ ചെയ്തല്ലോ. ഇത്തവണ നമുക്കൊരു പോർച്ചുഗീസ് വൈൻ ട്രൈ ചെയ്താലോ. വൈൻ്റെ പേര് കാം എന്നാണ്. നോർത്ത് ഈസ്റ്റേൺ പോർച്ചുഗലിൽ നിന്നുള്ള ഡോറോ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വൈൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, നമ്മളെപ്പോഴും വൈനിനെ കുറിച്ച് സംസാരിക്കുമ്പം സാധാരണ ഫ്രഞ്ച്, സ്പെയിൻ, സ്പാനിഷ് അല്ലെങ്കിൽ ഇറ്റാലിയൻ വൈൻസ് ആണല്ലോ പൊതുവേ ഏറ്റവും പോപ്പുലറായിട്ട് കാണാറുള്ളത്. പക്ഷേ ഈ പോർച്ചുഗീസ് വൈൻ ഇതേപോലെ തന്നെ ഈ ഫ്രഞ്ചും ഇറ്റാലിയൻ വൈൻസിൻ്റെ ഒക്കെ ഒപ്പം തന്നെ ഹെറിറ്റേജ് ഉള്ളൊരു വൈനാണ്. പിന്നെ ഈ വൈൻ ഉണ്ടാക്കുന്ന കാം ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെക്കുറെ ഒരു 19-ാം നൂറ്റാണ്ട് തൊട്ട് ഇവർ വൈൻ മേക്കിങ്ങിൽ വളരെ ആക്റ്റീവാണ് ഈ പോർച്ചുഗീസിൽ, എസ്പെഷ്യലി ഈ ഡോറോ റീജിയനിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ പുട്ടിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പീര പോലെ എല്ലായിടത്തും ഓർഗാനിക് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ ഓർഗാനിക് എന്നുള്ളൊരു വേർഡ് ഫാഷൻ ആകുന്നതിന് മുമ്പ് തന്നെ ഓർഗാനിക് രീതിയിൽ ഈ വിറ്റിക്കൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ കാം ഫാമിലി വൈൻ മേക്കേഴ്സ്. അപ്പോൾ ഇവരുടെ ഈ വൈൻയാർഡ്സിൽ ഗ്രേപ്സ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ഒലിവ് മരങ്ങളും അല്ലെ ബദാം മരങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഇവർ നിലനിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇനിയും ഈ ഒരു വൈനിൻ്റെ ഗ്രേപ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള അത്ര പോപ്പുലർ ഗ്രേപ്പ് വെറൈറ്റി ഇല്ല. വളരെ ഇൻഡിജിനസ് ആയിട്ടുള്ള പോർച്ചുഗീസ് ഗ്രേപ്പ് വെറൈറ്റീസാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. തൊറിഗോ നാഷണൽ, തൊറിഗ ഫ്രാങ്ക, തൊറിഗ റോറിസ്, ഇതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഗ്രേപ്പ് വെറൈറ്റീസ്. പിന്നെ ഈ വൈനിനെക്കുറിച്ച് പറഞ്ഞാൽ ഗ്ലാസ്സിൽ നല്ലൊരു ബ്രൈറ്റ് റെഡ് കളറുണ്ട്. വളരെ ഒരു ബ്യൂട്ടിഫുൾ കളറാണ്. കാരണം ഫ്രൂട്ട് കോൺസെൻട്രേഷൻ സൂപ്പറാണ്. അത് ആ ഒരു റീജിയൻ്റെ പ്രത്യേകത കൊണ്ട്. ഈ ഡോറോ എന്ന് പറഞ്ഞാൽ കുറച്ച് മലനിരകളും വളരെ റെയിൻഫോൾ കുറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഗ്രേപ്സിൽ ഫ്രൂട്ട് കോൺസെൻട്രേഷൻ സൂപ്പറാണ്. അതുപോലെ ടാനിൻസ് ഒക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ടാനിൻസും ഒക്കെയാണ്. ഒരു വാല്യൂ ബൈ എന്നുള്ള രീതിയിൽ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്.